അടുത്തിടെയായി നാട്ടിൽ നടക്കുന്ന അതിക്രൂരമായ കൊലപാതക പരമ്പരകൾ കണ്ട് അമ്പരന്ന് നിൽക്കുകയാണ് പൊതുസമൂഹം. ഇത്തരം കൊലപാതകങ്ങൾ സിനിമയുടെ വയലൻസുമായും മറ്റും കൂട്ടിക്കെട്ടി ഒരു കാരണം കണ്ടെത്താൻ ശ്രമിക്കുകയാണ് നാം. എന്നാൽ ഇത്തരം കൊലപാതകങ്ങൾക്ക് പിന്നിലെ യാഥാർത്ഥ്യമെന്ത് നമുക്കൊന്ന് വിശദമായി പരിശോധിക്കാം. ഒരു കൊലപാതകത്തിന് പല കാരണങ്ങൾ അഥവാ മോട്ടീവുണ്ട്. ഏറ്റവും സാധാരണമായത് സാഹചര്യ കൊലപാതകമാണ്. അത് സ്വയരക്ഷയ്ക്കായി ചെയ്യുന്നതാവാം, അല്ലെങ്കിൽ ഒരു തർക്കത്തിനിടെ സംഭവിക്കുന്നതാവാം. ഇത്തരം കൊലപാതകങ്ങൾക്ക് ശേഷം കൊലപാതകം ചെയ്യുന്ന ആൾക്ക് വലിയ കുറ്റബോധം ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. മനസാക്ഷിയുടെ ചോദ്യം ചെയ്യലിന് വിധേയമായി നീറിയായിരിക്കും പിന്നീടുള്ള ജീവിതം. എന്നാൽ ആസൂത്രിത കൊലപാതകങ്ങൾ ചെയ്യുന്നത് പക്കാ ക്രിമിനലുകളാണ്. കൊലപാതകവും കൊട്ടേഷനും തൊഴിലാക്കിയവർ തുടങ്ങി സൈക്കോ ക്രിമിനലുകൾ വരെ ഇതിൽപ്പെടുന്നുണ്ട്. ഇതിൽ പറഞ്ഞ സൈക്കോ ക്രിമിനലുകളുടെ ഏറ്റവും ഭീകര വേർഷൻസാണ് നമ്മൾ ഈ അടുത്തിടെയായി കണ്ടുകൊണ്ടിരിക്കുന്ന കൊലപാതക പരമ്പരകളിൽ പ്രതിഫലിക്കുന്നത്. ഇത്തരം സൈക്കോ ക്രിമിനലുകൾ ഒരു സുപ്രഭാതത്തിൽ ഉണ്ടാകുന്നതല്ല. പല ഘടകങ്ങളും ഇവരുടെ ഡെവലപ്മെൻറ്റിനെ സ്വാധീനിക്കുന്നുണ്ട്. ഒരാളുടെ സൈക്കോ സോഷ്യൽ ഡെവലപ്മെൻറ്റ്, അതിൻ്റെ സ്റ്റേജസ് വളരെ പ്രധാനപ്പെട്ടതാണ്. വളരെ ചെറുപ്രായത്തിൽ അമ്മയുടെ വാത്സല്യത്തിൽ വളരുന്ന ഒരു മകൻ പിന്നീട് വളർച്ചയുടെ പല ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. പണ്ടുകാലത്ത് ചെറുപ്രായത്തിൽ തന്നെ കൂടുതൽ മനുഷ്യരുമായും പ്രകൃതിയുമായും ഇണങ്ങി ജീവിക്കുന്നതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. ഒരു പക്ഷിയുടെ കൂട്ടിൽ കുഞ്ഞുങ്ങളെ കാണുന്നതും ചെറുജീവികളെയും മറ്റും പരിപാലിക്കുന്നതുമെല്ലാം സഹാനുഭൂതി, സ്നേഹം, കരുണ, അനുകമ്പ തുടങ്ങിയ ഗുണങ്ങളെല്ലാം ഉണർത്തി ഒരാളുടെ മനസാക്ഷിയെ വളർത്തുന്നതിൽ സ്വാധീനിച്ചിരുന്നു. പുതിയ തലമുറയിൽ പാരൻസ് ജോലിയുമായി ബന്ധപ്പെട്ട് പരക്കം പായുമ്പോൾ കുട്ടികൾ വീഡിയോ ഗെയിമിലും മറ്റും അഭയം പ്രാപിക്കുന്നു. ആളുകളെ കൊന്നൊടുക്കുന്ന ശൈലിയിലുള്ള വീഡിയോ ഗെയിമുകൾ വളരെ പ്രചാരത്തിലുള്ള ഈ കാലത്ത് സ്വാഭാവികമായും അത്തരം വീഡിയോ ഗെയിമുകളിലേക്ക് ആകൃഷ്ടരാകുന്ന പുതുതലമുറയുടെ സൈക്കോ സോഷ്യൽ ഡെവലപ്മെൻറ്റ് ആദ്യഘട്ടത്തിൽ തന്നെ പാകുന്നു. പിന്നീട് കൗമാര കാലഘട്ടത്തിൽ സമൂഹത്തിൽ ഇന്ന് പ്രചാരമായ പലവിധ ലഹരികളിലൂടെയും അവർ കടന്നു പോകുന്നുണ്ട്. അത് മദ്യത്തിൽ തുടങ്ങി ഏറ്റവും കൂടിയ കെമിക്കൽ ഡ്രഗ്സിൽ വരെ എത്തി നിൽക്കുന്നു. ഇത്തരത്തിൽ വികലമായ സാമൂഹിക മാനസിക വികാസം കെട്ടിനിൽക്കുന്ന തലമുറയിലേക്ക് വയലൻസിൻ്റെ അതിപ്രസരമുള്ള സിനിമകൾ കൂടി ട്രെൻഡിംഗ് ആയി എത്തുമ്പോൾ പതനം പൂർത്തിയാകുന്നു. വയലൻസ് സിനിമയിൽ ഉപയോഗിക്കുന്നതിനെയല്ല എതിർക്കപ്പെടേണ്ടത്. വയലൻസിനായി മാത്രം ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന സിനിമകളെയും വയലൻസ് ഗ്ലോറിഫൈ ചെയ്യപ്പെടുന്ന സിനിമകളെയും നാം ശക്തമായി എതിർക്കേണ്ടതുണ്ട്. കുടുംബ ബന്ധങ്ങളുടെ കഥകൾ പറയുന്ന സിനിമകൾ പൊതുവെ കുറയുന്ന കാലഘട്ടത്തിൽ കൊമേഴ്ഷ്യൽ സക്സസ് വയലൻസ് സിനിമകൾക്ക് നൽകുന്ന പ്രേക്ഷകരായ നാം കൂടി ഇതിന് ഉത്തരവാദികൾ ആണ്. വയലൻസ്, റേപ്പ്, സ്ത്രീവിരുദ്ധത മുതലായവ ഗ്ലോറിഫൈ ചെയ്യപ്പെടുന്ന ഒരു സിനിമയും സാമൂഹികാരോഗ്യത്തിന് നല്ലതല്ല. അത്തരം രംഗങ്ങൾ സിനിമയുടെ കഥാഗതിക്ക് അത്യാവശ്യമെങ്കിൽ ഉചിതമായ രീതിയിൽ മാത്രം ചിത്രീകരിക്കപ്പെടേണ്ടതുണ്ട്. അമൃതം ഗമയ, കിരീടം, എൻ്റെ വീട് അപ്പൂൻ്റെ തുടങ്ങിയ സിനിമകളിൽ ഒരു കൊലപാതകം അതിനെ ഡെവലപ്പ് ചെയ്തുണ്ടാകുന്ന കഥകളും എത്ര മനോഹരമായി ആണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ഈ സിനിമകൾ കണ്ട ഒരാൾക്കും ഒരിക്കലും കൊലപാതകം ചെയ്യാൻ തോന്നുകയില്ല. അത്തരം ശക്തമായ സോഷ്യൽ മെസ്സേജുകളുള്ള സിനിമകളാണ് നമുക്ക് ഇന്ന് ആവശ്യമായുള്ളത്. അതുപോലെ തന്നെ തെറ്റായ മറ്റൊരു പ്രവണത കൂടിയുണ്ട്. സാമൂഹിക സ്വാതന്ത്ര്യം കൂടുതലായുള്ള വിശാലമായ ചിന്താഗതിയുള്ള മതങ്ങളുടെ ചട്ടക്കൂടുകൾ ബാധകമല്ലാത്ത പാശ്ചാത്യ രാജ്യങ്ങളിലെ ശീലങ്ങൾ അതുപോലെ ഇവിടെ അനുകരിക്കാൻ ശ്രമിക്കുന്നതും ഗുണകരമല്ല. കാരണം പരമ്പരാഗത സമൂഹത്തിൽ കുടുംബത്തിൻ്റെയും മതങ്ങളുടെയും സമൂഹത്തിൻ്റെയും വിലക്കുകൾ തീർക്കുന്ന സംഘർഷങ്ങൾ ഇത്തരം കൊലപാതകങ്ങൾക്ക് ട്രിഗർ ചെയ്യാനുള്ള പെട്ടെന്നുള്ള കാരണമായി മാറിയേക്കാം. ഇത്തരത്തിൽ ഉള്ള കൊലപാതകങ്ങളുടെ റൂട്ട് കോസ് അനാലിസിസ് നടത്തേണ്ടത് അത്യാവശ്യമാണ്. ശാസ്ത്രീയമായ പഠനങ്ങൾ നടത്തി ഓരോ കുട്ടിയുടെയും സൈക്കോ സോഷ്യൽ ഡെവലപ്മെൻറ്റ് ശരിയായ ദിശയിലാവാനുള്ള നിയന്ത്രണങ്ങളും നടപടികളും ഗവൺമെൻറ് കൈക്കൊള്ളുക. അതുപോലെ മദ്യം, മയക്കുമരുന്ന് ഇവയുടെയെല്ലാം കർശന നിയന്ത്രണങ്ങൾ ഉറപ്പുവരുത്തുകയും ചെയ്യേണ്ടതുണ്ട്. കലാകാരന്മാർ
സാഹിത്യകാരന്മാർ തുടങ്ങിയവരെല്ലാം കുറച്ചുകൂടി സാമൂഹിക പ്രതിബദ്ധത അഥവാ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉറപ്പുവരുത്തുന്നതും പുതിയ തലമുറയുടെ ആരോഗ്യകരമായ വികസനത്തിന് അത്യന്താപേക്ഷിതമാണ്.